സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന കിതാബുകളിൽ ഗ്രന്ഥങ്ങളിൽ ഇത്തരം സംഗതികളൊക്കെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി രചിച്ചതിനെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നുണ്ട്, വസന്നഫ്തുഹു ബിൽ മസ്ജിദിൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ടാണ് സഹീഹുൽ ബുഖാരി രചിക്കുന്നത്. സഹീഹുൽ ബുഖാരിയുടെ രചന മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ടാണ്. മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ട് സഹീഹുൽ ബുഖാരി രചിച്ചു എന്ന് പറയുമ്പോൾ രചനയുടെ ആരംഭമാണത്. ഒരുപാട് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തിയാക്കുന്നത്. ഒരുപാട് വർഷങ്ങൾ എടുത്തുകൊണ്ട് ഹദീസ് തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇറാഖിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, ബസറയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കൂഫയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, ഇറാഖിലെ മറ്റ് പല രാജ്യങ്ങളിലേക്കും ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ യാത്രയിലും ലഭിക്കുന്ന ഹദീസുകൾ അതാത് സന്ദർഭങ്ങളിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ കിതാബിൽ എഴുതി ചേർക്കുകയായിരുന്നു. ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് സമയങ്ങൾ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി രചിച്ചു. സഹീഹുൽ ബുഖാരി രചിക്കുവാൻ പ്രത്യേകമായ സാഹചര്യം ഉണ്ടായതായി ബഹുമാനപ്പെട്ടവർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിൽക്കുന്നതായിക്കൊണ്ട് ഞാൻ സ്വപ്നം കണ്ടു. അബിയദി, എന്റെ കയ്യിലുണ്ട്, നിർവഹത്തുൻ, നബി തങ്ങൾക്ക് വീശിക്കൊടുക്കാനുള്ള ഒരു വിശറി എന്റെ കയ്യിലുണ്ട്. അദുബ്ബു അൻഹു, ഞാൻ ആ വിശറി കൊണ്ട് വീശിക്കൊടുക്കുകയും നബിതങ്ങളിലേക്ക് വരുന്ന ഈച്ച പോലെയുള്ള മറ്റ് പ്രാണികൾ പോലെയുള്ള ബുദ്ധിമുട്ടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഈ വിശറി കൊണ്ട് വീശി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നബിതങ്ങളെ ഞാൻ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈച്ച അതുപോലെ തന്നെ മറ്റ് പ്രാണികൾ ഇതൊന്നും തന്നെ ആ പുണ്യ ശരീരത്തിൽ അടുക്കുവാൻ ഞാൻ സമ്മതിക്കുന്നില്ല. വിശറി കൊണ്ട് വീശിക്കൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആരെങ്കിലും കളവ് പറയാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ആ കളവിനെ തൊട്ടൊക്കെ നബി തങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സഹീഹാകുന്ന 100% സഹീഹാകുന്ന എല്ലാ നിലക്കും വിശ്വാസയോഗ്യമായ ഹദീസുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരിക്കലും കളവിന്റെയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയത്തിന്റെയോ ഒരു പഴുതുമില്ലാത്ത അത്രയും സിഹത്തുള്ള ഒരു ഗ്രന്ഥം നിങ്ങൾ രചിക്കണമെന്നാണ് ഈ സ്വപ്നത്തിന്റെ താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ഉസ്താദുമാർ പറഞ്ഞു കൊടുത്തു. ഈ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി രചിക്കുന്നത്. മഹാന്മാരാകുന്ന ഉലമാക്കളും ഔലിയാക്കന്മാരും ഈ സഹീഹുൽ ബുഖാരിയോട് ഏത് രൂപത്തിൽ സമീപിച്ചു എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരാകുന്ന ഉലമാക്കളും അതുപോലെ തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ഇന്ന് വഹാബികളാലും മൗദൂദികളാലും പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ ഈ പുതിയ തൗഹീദിന്റെയോ അതല്ലെങ്കിൽ പുതിയ ഇസ്ലാമിന്റെയോ ആശയങ്ങളോ അതല്ലെങ്കിൽ വിശ്വാസങ്ങളോ മനസ്സിലാക്കിയവരോ അതല്ലെങ്കിൽ അതിന്റെ വക്താക്കളോ ആയിരുന്നില്ല ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും അതുപോലെ തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരും. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട പ്രമുഖനായ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട അബൂ ജംറ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബൂ ജംറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു മാ ഖറഅ ഫീ ശിദ്ദത്തിൻ ഇല്ലാ വഫുരിജത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി നാം ഖത്മുകൾ ഓതാറുണ്ടല്ലോ, നാം ഖത്മുകൾ ഓതാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ഉൾക്കൊള്ളുന്ന മൗലിദുകൾ നേർച്ചയാക്കാറുണ്ട്, മൗലിദ് നടത്താറുണ്ട്. ഇതേ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട അബൂ ജംറ എന്നവർ പറയുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് സഹീഹുൽ ബുഖാരി പാരായണം ചെയ്താൽ മതി. അങ്ങനെ സഹീഹുൽ ബുഖാരി പാരായണം ചെയ്യുമ്പോൾ ഇല്ലാ വഫുരിജത്ത്, ആ പ്രയാസങ്ങൾ അകറ്റപ്പെടും. മഹാന്മാരാകുന്ന ഉലമാക്കളും ഇമാമുമാരും ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരും ഏത് രൂപത്തിലാണ് തബറുക്കിന്റെ വിഷയത്തെയും മഹാന്മാരാകുന്ന മശായിഖന്മാരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന വിഷയങ്ങളിലും അവരുടെയൊക്കെ സമീപനം എന്തായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിലൂടെയാണ് നമുക്ക് നമ്മുടെ ആദർശത്തിന്റെ നമ്മുടെ ആശയങ്ങളുടെ വിശുദ്ധിയും അതിന്റെ ആധികാരികതയും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പ്രമുഖ മുഹദ്ദിസാണ്, മുഫസ്സിറാണ്, ചരിത്രകാരനാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ എന്നവർ പറയുന്നു, വഖാന യുസ്തസ്ഖാ ബിഖിറാഅതിഹി,
മഴയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് മഴ ലഭിക്കാൻ വേണ്ടി സഹീഹുൽ ബുഖാരി പാരായണം ചെയ്യാറുണ്ട്. ഇതാരാണ് പറയുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു. പ്രമുഖ മുഹദ്ദിസാണ്, മുഫസ്സിറാണ്, ചരിത്രകാരനാണ്. എല്ലാ നിലക്കും അറിയപ്പെട്ട അഹ്ലുസുന്നയുടെ ഇമാമുമാരിൽപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നു, മഴയ്ക്ക് പ്രയാസമുണ്ടാകുന്ന സമയത്ത് ഞങ്ങളുടെ സാധാരണ പതിവ് സഹീഹുൽ ബുഖാരി പാരായണം ചെയ്യലാണ്. സഹീഹുൽ ബുഖാരി പാരായണം ചെയ്യും. ആ സഹീഹുൽ ബുഖാരിയുടെ പാരായണത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഞങ്ങളുടെ കാലത്ത് സഹീഹുൽ ബുഖാരി അറിയപ്പെട്ടിരുന്നത് പ്രത്യേക ഒരു പേരിലാണ്. ഞങ്ങളുടെ കാലത്ത് സഹീഹുൽ ബുഖാരി അറിയപ്പെട്ടത് പ്രത്യേക ഒരു പേരില്ല. എന്താണ് ആ പേര്? തിർയാഖും മുജറബ്. തിർയാഖും മുജറബ് എന്ന പേരില്ല. എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള മറുമരുന്ന്, എല്ലാ ബുദ്ധിമുട്ടുകൾക്കുമുള്ള മറുമരുന്ന്, പരീക്ഷിച്ചറിഞ്ഞ മറുമരുന്ന്, ഈ പേരിലാണ് ഞങ്ങളുടെ കാലത്ത് സഹീഹുൽ ബുഖാരി അറിയപ്പെട്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നു. മഹാന്മാരായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നേരിട്ട് ഹദീസുകൾ മനസ്സിലാക്കിയിട്ടുള്ള ശിഷ്യന്മാരുടെ വിശദീകരണം ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. ഖറഅത്തുൽ ബുഖാരിയ 120 മറ എനിക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും പ്രത്യേകമായ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോ അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി 120-ലധികം തവണ സഹീഹുൽ ബുഖാരി ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഹസലൽ മുറാദാത്തു, അപ്പോഴൊക്കെ ആവശ്യങ്ങൾ നിറവേറാറുമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ സഹീഹുൽ ബുഖാരിയോട് സമീപിച്ച ആ രീതി, ബഹുമാനപ്പെട്ട ഇമാം അവറുകളോട് സമീപിച്ച രീതിയാണ് നാം മനസ്സിലാക്കേണ്ടത്. അവരൊക്കെ തബറുക്ക് കൊണ്ടും അവരൊക്കെ മഹാന്മാരെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും കഴിഞ്ഞവരായിരുന്നു. ഇങ്ങനെ ബർക്കത്തെടുക്കുമ്പോഴോ മഹാന്മാരെ ആദരിക്കുമ്പോഴോ ഈ വഹാബികളാൽ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ ശിർക്കിന്റെയോ ബിദ്അത്തിന്റെയോ മറ്റ് പൗരോഹിത്യങ്ങളുടെയോ വിഷയങ്ങളൊന്നും അവരാരും കണ്ടിരുന്നില്ല. 120-ലധികം തവണ എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടായപ്പോ, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോ, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി 120-ലധികം തവണ ഞാൻ സഹീഹുൽ ബുഖാരി പാരായണം ചെയ്തു. അങ്ങനെ ഓരോ തവണ പാരായണം ചെയ്യുമ്പോഴും എന്തൊരാവശ്യത്തിന് വേണ്ടിയാണോ സഹീഹുൽ ബുഖാരി പാരായണം ചെയ്യുന്നത് ആ ആവശ്യങ്ങൾ എനിക്ക് ലഭിക്കാറുമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇമാം ബുഖാരിയുടെ ശേഷം വന്ന മഹാന്മാരാകുന്ന ഉലമാക്കൾ ഈ രൂപത്തിലാണ് പറയുന്നത്. ഇതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ ഹദീസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉസ്താദിനോട് പറയുകയാണ്, ദഅനി ഉഖബ്ബിലു റിജ്ലൈക യാ ഉസ്താദൽ അസാതീദ്, ദഅനി ഉഖബ്ബിലു റിജ്ലൈക യാ ഉസ്താദൽ അസാതീദ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉസ്താദ് അവറുകളെ അവിടുത്തെ കാലം എനിക്ക് മാരെ കൊണ്ട് ബർക്കത്തെടുക്കുമ്പോഴോ മഹാന്മാരുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുമ്പോഴോ അവരുടെ ശരീരത്തെ ചുംബിച്ചുകൊണ്ട് ബർക്കത്തെടുക്കുമ്പോഴോ ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ ഈ എട്ടും പൊട്ടും തിരിയാത്ത വഹാബികളാൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ബിദ്അത്തിന്റെയോ ശിർക്കിന്റെയോ മറ്റ് അപകടങ്ങളുടെയോ യാതൊരു ലാഞ്ചനം പോലും അവരാരും മനസ്സിലാക്കിയിരുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉസ്താദെ അവിടുത്തെ കാലം എനിക്ക് നീട്ടിത്തരണം, അവിടുത്തെ കാല് ചുംബിച്ചുകൊണ്ട് ഞാൻ ബർക്കത്തെടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരിയോട് പറഞ്ഞ വാക്കുകളാണ്. മഹാന്മാരാകുന്ന ഉലമാക്കളുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ, ഇമാമാരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ സംഭവബഹുലമായ പല സംഭവങ്ങളും പല ചരിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, മഹാന്മാരാകുന്ന ഇമാംമാർ, അഹ്ലുസുന്നയുടെ നേതാക്കൾ, മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിനെ പോലെയുള്ള മഹാന്മാർ, അവർക്കൊക്കെ ഭരണകൂടത്തിൽ നിന്നും കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ടതായിക്കൊണ്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചെറുപ്രായത്തിൽ കടുത്ത ദാരിദ്ര്യത്തിന്റെ പരീക്ഷണം, ചെറുപ്രായത്തിൽ പഠിക്കുന്ന സമയത്ത്, വളർന്നു വരുന്ന സമയത്ത് വേണ്ടതുപോലെ ഭക്ഷണം കഴിക്കാനില്ലാതെ, അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ വേണ്ടതുപോലെ സമാഹരിക്കാൻ കഴിയാതെ, നല്ല സാമ്പത്തികമായ പ്രയാസങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ട്, സഹായിക്കാൻ ആളില്ലാതെ പ്രയാസപ്പെടുന്ന അവസ്ഥ. അങ്ങനെ വളർന്ന് പഠിച്ച് വലുതായി വരുമ്പോഴോ ഭരണകൂടത്തിൽ നിന്നുള്ള വലിയ പീഡനങ്ങളും അക്രമങ്ങളും. ഇതേ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിലും നമുക്ക് കാണാൻ സാധിക്കും. ചെറുപ്രായത്തിൽ തന്നെ ഉപ്പ മരിച്ചു. അങ്ങനെ ഉമ്മയുടെ സംരക്ഷണത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ വളർന്നു വരുന്നത്. വലിയ ദാരിദ്ര്യത്തിലും, അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് പഠനോപകരണങ്ങൾ വേണ്ടതുപോലെ സമാഹരിക്കുവാനും, പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഉപഹാരങ്ങൾ നൽകുവാനും,
ബഹുമാനപ്പെട്ട ഇമാം അവർക്ക് വേണ്ടത്ര സാമ്പത്തികമായ ശേഷിയില്ലാതെ ബഹുമാനപ്പെട്ടവർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അവർ തന്നെ പറയുന്നുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അവസാനകാലമായ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ ഇപ്രകാരം വായിക്കാൻ സാധിക്കും. അബ്ബാസി രാജാക്കന്മാരിൽപ്പെട്ട ഖാലിദ് ഇബ്നു മുഹമ്മദ് ദുഹലി എന്ന രാജാവാണ് ബുഖാറ രാജ്യം ഭരിക്കുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി രചിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അവരുടെ പ്രസിദ്ധിയും ഇമാം ബുഖാരിയെ കുറിച്ചുള്ള ശുഹറത്തും ലോകത്താകെ പ്രചരിക്കുകയും ജനങ്ങളൊക്കെ എല്ലാ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അംഗീകരിക്കുകയും ആദരിക്കുകയും ഇമാം ബുഖാരിയിൽ നിന്ന് ഹദീസ് പഠിക്കുവാൻ വലിയ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് രാജ്യം ഭരിക്കുന്ന ഖാലിദ് ഇബ്നു മുഹമ്മദ് ദുഹലി എന്ന അബ്ബാസി ഖലീഫ അദ്ദേഹം ഒരു ദൂതനെ പറഞ്ഞയച്ചു ബഹുമാനപ്പെട്ട ഇമാം അവരുടെ അടുത്തേക്ക്. എന്താണ് ഖലീഫയുടെ ആവശ്യം? ഇമാം അവറുകൾ തന്റെ കൊട്ടാരത്തിലേക്ക് വരണം. തന്റെ കൊട്ടാരത്തിൽ വന്നുകൊണ്ട് അവിടുത്തെ ഏറ്റവും പ്രസിദ്ധ ഗ്രന്ഥമാകുന്ന താരീഖുൽ കബീർ എന്ന ചരിത്ര ഗ്രന്ഥവും അതുപോലെ തന്നെ ഹദീസിന്റെ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമാകുന്ന സഹീഹുൽ ബുഖാരിയും തന്റെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് തന്നെയും തന്റെ പരിവാരങ്ങളെയും കേൾപ്പിക്കണം. അവർക്ക് ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ തന്റെ കൊട്ടാരത്തിൽ ഒരു വലിയ ഹദീസിന്റെ ചരിത്രത്തിന്റെ ദർസ് നടക്കണം. അങ്ങനെ തന്റെ കൊട്ടാരവും തന്റെ ആളുകളും തന്റെ ഭരണവും ലോകത്തറിയപ്പെടണം. ഇതാണ് ഖലീഫയുടെ ആവശ്യം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയക്കുന്നു. ഇമാം അവറുകൾ സൗകര്യപ്പെടുന്ന സമയത്ത് തന്റെ കൊട്ടാരത്തിലേക്ക് വരിക, തന്റെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് ഒരു പുതിയ ദർസ് ആരംഭിക്കുക. താരീഖുൽ കബീറാണ് ദർസെടുക്കേണ്ടത്, അതുപോലെ തന്നെ സഹീഹുൽ ബുഖാരിയുമാണ് ദർസെടുക്കേണ്ടത്. ഈ ആവശ്യം ബഹുമാനപ്പെട്ട ഇമാം അവറുകളോട് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ ദൂതൻ വന്നുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ യാതൊരു കൂസലും കൂടാതെ യാതൊരു മടിയും കൂടാതെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലാ അദുല്ലുൽ ഇൽമ, ഞാൻ ഇൽമിനെ നിന്ദിക്കുന്നവനല്ല. വലാ അഹ്മിലുഹു ഇലാ അബ്വാബിസ് സലാത്തീൻ, ഞാൻ ഭരണകർത്താക്കളുടെ അമീറന്മാരുടെ നേതാക്കളുടെ സമ്പന്നരായ ആളുകളുടെ വാതിൽക്കലേക്ക് ഉമ്മറപ്പടിയിലേക്ക് അവരുടെ കൊട്ടാരത്തിലേക്ക് ഞാൻ ഇൽമിനെ കൊണ്ടുപോകുന്നവനുമല്ല. ഞാൻ ഇൽമിനെ നിന്ദിക്കുകയില്ല. അവരുടെ കൊട്ടാരത്തിലേക്ക് ഞാൻ ഇൽമിനെ കൊണ്ടുപോവുകയുമില്ല. അവരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇൽമിനെ ഉപയോഗപ്പെടുത്തുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ധൈര്യത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഇത് നാം മനസ്സിലാക്കണം. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരിയുടെ ദൂതനാണ് ബഹുമാനപ്പെട്ട ഇമാം അവറുകളോട് ചെന്നുകൊണ്ട് പറയുന്നത്. തീർച്ചയായും ഈ ഖലീഫയുടെ ഭരണാധികാരിയുടെ ഈ കൽപ്പന ലംഘിച്ചാൽ ഒരുപാട് പ്രയാസങ്ങൾ ഇതിനത്രയൊന്നും ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം അവറുകൾക്ക് തന്നെ അറിയാം. പക്ഷേ ഒരിക്കലും ഖലീഫയുടെ ശിക്ഷയോ ഖലീഫയുടെ വെറുപ്പോ ഭരണാധികാരിയുടെ അകൽച്ചയോ അല്ല ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വിഷയമാക്കുന്നത്. ഹദീസിനെ ഞാൻ നിന്ദിക്കുകയില്ല, ഇൽമിനെ ഞാൻ നിന്ദിക്കുകയില്ല, ഇതിനെ ഭരണകർത്താക്കളുടെ സുൽത്താൻമാരുടെ കൊട്ടാരത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൂതനെ തിരിച്ചയച്ചു. ദൂതൻ വന്നുകൊണ്ട് വിവരം പറഞ്ഞു. ഇത് ഖലീഫക്ക് വലിയ പ്രശ്നമുണ്ടാക്കി, ഭരണാധികാരിക്ക് വലിയ പ്രശ്നമുണ്ടാക്കി. വീണ്ടും ദൂതനെ പറഞ്ഞയച്ചു. എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എന്റെ മക്കൾക്ക് ഹദീസ് പഠിപ്പിക്കണം. നിങ്ങൾ വന്നുകൊണ്ട് എന്റെ മക്കൾക്ക് ഹദീസ് പഠിപ്പിക്കണം. എന്റെ മക്കൾക്ക് ഹദീസ് പഠിപ്പിക്കാനും വേണ്ടി നിങ്ങൾ എന്റെ കൊട്ടാരത്തിലേക്ക് വരണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്നാൽ മതി, എന്റെ മക്കൾക്ക് ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഒരു കാര്യം, എന്റെ മക്കൾക്ക് നിങ്ങൾ ഹദീസ് പഠിപ്പിക്കുമ്പോ ആ സദസ്സിൽ മറ്റുള്ളവരെ ഉൾപ്പെടുത്താൻ പാടില്ല. അത് ഖലീഫയുടെ, ഭരണാധികാരിയുടെ, രാജാവിന്റെ, ഗവർണറുടെ മക്കൾ മാത്രമായിരിക്കണം ആ ഹദീസ് പഠിക്കുന്നത്. അതല്ലാതെ മറ്റാരും ഉണ്ടാവരുത്. ഇത് ദൂതൻ ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അവറുകളോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ വീണ്ടും മറുപടി പറഞ്ഞു, വലാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഹദീസിന് വേണ്ടി ഒരു സദസ്സുണ്ടാക്കുകയും ആ സദസ്സിൽ ഖലീഫയുടെ മക്കളെ മാത്രം പ്രത്യേകമാക്കുകയും മറ്റുള്ളവർക്കൊക്കെ ഹദീസിനെ വിലങ്ങുകയും ചെയ്യുക. ഇങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഖലീഫയന്മാരുടെ മക്കൾക്ക് വേണ്ടി മാത്രം ഒരു സദസ്സ്, മറ്റുള്ളവർക്കൊന്നും പ്രവേശനമില്ലാതെ ഇങ്ങനെ ഹദീസിനെ ഏതാനും ചില ആളുകൾക്ക് മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ട്, അതും ഖലീഫയുടെ മക്കൾ എന്ന ടൈറ്റിലോടുകൂടി ആ ആളുകളെ മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ട് ഒരു ഹദീസ് ക്ലാസ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണമെന്ന് താല്പര്യമെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ പഠിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്റെ പള്ളിയിൽ ഹദീസിന്റെ ദർസുണ്ടല്ലോ,
എന്റെ വീട്ടിലും ഹദീസിന്റെ ദർസുണ്ടല്ലോ, അവിടേക്ക് നിങ്ങൾ വരിക. ഖലീഫക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടേക്ക് വരാം, ഖലീഫയുടെ മക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടേക്ക് വരാം. രണ്ടാമതും ഇമാം അവറുകൾ ദൂതന പറഞ്ഞയച്ചു. ഭരണാധികാരിയാകുന്ന ഖാലിദ് ബിൻ മുഹമ്മദ് ദുഹലി എന്ന ഭരണാധികാരിക്ക് ബഹുമാനപ്പെട്ട ഇമാം അവറുകളോട് വല്ലാത്ത ഉറപ്പായി. ബഹുമാനപ്പെട്ട ഇമാം അവറുകളോട് വലിയ ദേഷ്യമായി. ഭരണാധികാരിയെ വഷളാക്കി, ഭരണാധികാരിയെ മാനം കെടുത്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അവറുകൾക്കെതിരെ അക്കാലത്തുള്ള ഏതാനും പണ്ഡിതന്മാരെ ബഹുമാനപ്പെട്ട ഇമാം അവറുകൾക്കെതിരെ ഖലീഫ രംഗത്തിറക്കി. ബഹുമാനപ്പെട്ട ഇമാം അവറുകൾക്കെതിരെ, ഇമാം ബുഖാരിക്കെതിരെ പല ആരോപണങ്ങളും പല ആക്ഷേപങ്ങളും കൊണ്ടുവന്നു. പരീക്ഷിക്കാൻ വേണ്ടി പല സദസ്സുകളും ഉണ്ടാക്കി. ഇമാം ബുഖാരി എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം, ഇമാം ബുഖാരി വലിയ ആളാണെന്ന് ലോകത്തറിയപ്പെടുന്നു, എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഖലീഫയുടെ സഹായത്തോടുകൂടി ചില പണ്ഡിതന്മാർ സദസ്സുകൾ ഉണ്ടാക്കി. ഇമാം ബുഖാരിയെ സദസ്സിലേക്ക് വിളിച്ചു വരുത്തി. ഹദീസിൽ ഇമാം ബുഖാരിക്ക് അത്രമാത്രം കഴിവില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെ ഒരുപാട് ഹദീസുകൾ, നൂറുകണക്കിന് ഹദീസുകൾ എന്ന് ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. നൂറുകണക്കിന് ഹദീസുകൾ, ഹദീസിന്റെ സനദും അതുപോലെ തന്നെ മത്തിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് നൂറുകണക്കിന് ഹദീസുകൾ തയ്യാറാക്കി. ഓരോ ഹദീസുകളെ കുറിച്ചും ഇമാം ബുഖാരിയോട് ചോദിച്ചു. ഇമാം ബുഖാരി പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന ഹദീസ് എനിക്കറിയുകയില്ല. ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇമാം ബുഖാരി ആദ്യം മുതൽക്ക് തുടങ്ങി. നിങ്ങൾ ഒന്നാമതായിക്കൊണ്ട് ചോദിച്ച ചോദ്യം ഇന്നതാണ്, ഒന്നാമതായിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞ ഹദീസ് ഇന്നതാണ്, ആ ഹദീസിന് നിങ്ങൾ കൊണ്ടുവന്ന സനദ് പരമ്പര ഇന്നാലിനതാണ്. എന്നാൽ ഈ പരമ്പരയിലുള്ള ഹദീസ് നിങ്ങൾ ഈ പറഞ്ഞ ഹദീസല്ല, ഈ പരമ്പരയിലുള്ള ഹദീസ് മറ്റൊരു ഹദീസാണ്, അത് ഇന്നാലിന് ഹദീസാകുന്നു എന്നിങ്ങനെ അവർ പറഞ്ഞ ഹദീസും ഓരോ ഹദീസിനും അവർ പറഞ്ഞ സനദുകളും പറഞ്ഞു കൊടുക്കുകയും ആ സനദിന്റെ ഹദീസ് മത്തിൻ ഇന്നതാണെന്നും നിങ്ങൾ പറഞ്ഞ മത്തിന്റെ സനദ് ഇന്നതാണെന്നും ഈ നൂറുകണക്കിന് ഹദീസുകൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് കേൾപ്പിച്ചു എന്നും, ഇങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങിയ ആളുകളൊക്കെ വലിയ ജനക്കൂട്ടത്തിന്റെ മുന്നിൽ വശലായി എന്നും ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹുവിനെ പോലെയുള്ള ചരിത്ര പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഹദീസ് വ്യാഖ്യാതാക്കളും വിവരിക്കുന്നുണ്ട്. ഇമാം ബുഖാരിയും അതുപോലെ തന്നെ ഖലീഫയുടെയും ഇടയിലുണ്ടായി ഈ അകൽച്ച ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് സ്വന്തം നാടാകുന്ന ബുഖാറയിൽ നിന്ന് മാറി താമസിക്കേണ്ടുന്ന അവസ്ഥ വരെ ഖലീഫയുടെ പക്കൽ നിന്നുള്ള പലതരത്തിലുമുള്ള പ്രശ്നങ്ങളെ കൊണ്ടും ബഹുമാനപ്പെട്ട ഇമാം അവറുകൾക്കുണ്ടായി. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ അവസാന സമയമായപ്പോ ബഹുമാനപ്പെട്ടവരുടെ രോഗമായി ക്ഷീണം വന്നു. അങ്ങനെ വഫാത്തിനോട് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്ന ദിനങ്ങളിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബുഖാറയിൽ നിന്ന് സമർക്കന്ദിലേക്ക് യാത്ര തിരിച്ചു. സമർക്കന്ദിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ബഹുമാനപ്പെട്ട ഇമാം അവറുകൾക്ക് കടുത്ത രോഗം ബാധിക്കുകയും ആ രോഗം മൂർജിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വഫാത്താവുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ആ രാത്രിയിൽ, ഒരു ചെറിയ പെരുന്നാളിന്റെ രാത്രിയിൽ ശനിയാഴ്ച ദിവസത്തിലായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ വഫാത്ത് എന്ന് ചരിത്രത്തിൽ കാണാം. ആ രാത്രിയിൽ ഒരുപാട് ആലിമീങ്ങളും സൂഫികളും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സാലിഹീങ്ങളോടും സൂഫികളോടും മറുപടി പറഞ്ഞു, ഞാൻ മുഹമ്മദ് ബിൻ ഇസ്മാഈലിനെ കാത്തു നിൽക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ റൂഹിനെ സ്വീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബിമാരും കാത്തു നിന്നിരുന്നു എന്ന് സ്വപ്നത്തിലൂടെ ദർശനമുണ്ടായ വിവരം ലഭിച്ച ഒരുപാട് സൂഫികളും ആലിമീങ്ങളും സാലിഹീങ്ങളും അവർ വിവരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ശനിയാഴ്ച രാത്രിയിൽ വഫാത്താവുകയും ബഹുമാനപ്പെട്ടവരെ പിറ്റേ പകലിൽ മറവ് ചെയ്യുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയെ മറവ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഹസ്റത്തിഹി ഖബരിഹി റായിഹത്തുൻ തയ്യിബത്തുൻ കൽ മിസ്കി, കസ്തൂരി പോലെയുള്ള ജനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഇമാം അവറുകളുടെ ഖബറിന്റെ അടുത്തേക്ക് പോവുകയും ഖബറിന്റെ അടുത്ത് നിന്ന് മണ്ണ് ശേഖരിക്കുകയും ചെയ്തു. അങ്ങനെ ഖബറിൽ നിന്ന് ആളുകളൊക്കെ
ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഒന്നുകൊണ്ടും ഖബറിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ടിരുന്നു ബറക്കത്തിന് വേണ്ടി. ഇങ്ങനെ ഖബറിന്റെ മുകളിൽ ഒരു കുഴി പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥ വന്നപ്പോ ഞങ്ങൾ ജനങ്ങൾ അങ്ങോട്ട് അടുക്കാതിരിക്കാൻ വേണ്ടി മരം കൊണ്ട് പ്രത്യേകമായ തടസ്സമുണ്ടാക്കുകയും അങ്ങനെ ഖബറിനെ സംരക്ഷിക്കും. സൂഫികളെ സ്നേഹിച്ചുകൊണ്ടും അവരെ കൊണ്ട് ബർക്കത്തെടുത്തുകൊണ്ടും ഇന്ന് വഹാബികളാൽ വിമർശിക്കപ്പെടുന്ന വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇൻഷാ അല്ലാഹ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ദീനും ദുനിയാവും നന്നാക്കി തരട്ടെ. ആഖിറവും ദുനിയാവും അല്ലാഹു നമുക്കെല്ലാം ഇസ്സത്തിലും സലാമത്തിലുമാക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഈ ചരിത്ര വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആദർശവുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും സമയം നമുക്ക് സംശയ നിവാരണത്തിന് വേണ്ടി ചർച്ചകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. എത്രയും പെട്ടെന്ന് സഹോദരന്മാർ മൈക്കിലേക്ക് വരിക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദർശകരമായിട്ടൊരു ചോദ്യം തന്നെയായിരുന്നു. പിന്നെ ഒരു 2-3 ക്ലാസ് മുന്നേ ഞാൻ അതിനോട് ഈ ചോദ്യം വെച്ച് ഞാൻ ഇന്ന് വഹാബി റൂമിൽ പോയി ഒരു 10 മിനിറ്റ് കസർത്തുകയുണ്ടായി. ആ ഒരു അനുഭവം, അതിൽ അവർ വേറൊരു ഹദീസ് എന്നെ സംശയത്തിലാക്കി. അതാണ് എന്റെ ചോദ്യം. അതായത് ഖബർ കെട്ടിപ്പൊന്തിക്കുന്നതിനെ സംബന്ധിച്ച് പല ഹദീസുകളും ഓതി എനിക്ക് പറഞ്ഞു തന്നത് അത് കുഫാരികൾ ചെയ്തതായിരുന്നു എന്ന് പറഞ്ഞത്. ആ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ പോയി ചോദ്യം ചോദിച്ചപ്പോൾ അവര് എന്തായാലും തട്ടി നിരത്തപ്പെട്ട ഈ ഖബറുകൾ യഹൂദന്മാരുടേതും കുഫാരികളുടെതും മാത്രമല്ല അതിൽ സഹാബത്തും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ അപ്പൊ സഹാബത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സഹാബത്ത് തെറ്റ് ചെയ്യാൻ തുടങ്ങിയോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല, സഹാബത്ത് ഒരിക്കലും തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ്
പിന്നെ അവർ പറഞ്ഞു, പിന്നെ ആദ്യമായിട്ട് മരിച്ച ഏതോ ഒരു അബ്ദുറഹ്മാനിൽ തുടങ്ങുന്ന ഒരു സഹാബത്ത് റളിയല്ലാഹു അൻഹു, ആ സഹാബി മരിച്ചതിന്റെ ഒക്കെ ശേഷമാണ് റസൂൽ ഇത് തട്ടി തകർത്താൻ പറഞ്ഞത്, ആ സഹാബിയുടെ ഖബറും ഇതിൽ പെട്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവർ വേറെ ഒരു ഹദീസാണ് എനിക്ക് ഓർക്കുന്നത്. മഹാനായ ഷാഫി റളിയല്ലാഹു അൻഹു മക്കയിലോ അതല്ലെങ്കിൽ മദീനയിലോ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഖബറുകൾ തട്ടി നിരത്തുന്നതായിട്ട് ഷാഫി റളിയല്ലാഹു അൻഹു കണ്ടു എന്ന് പറയുന്ന ഒരു ഹദീസ് എന്നെ കൺഫ്യൂഷൻ ആക്കി. ആ ഹദീസ് പിന്നെ സഹിയായ രേഖയിൽ ഉള്ളതാണോ അതല്ല അവർ വ്യാഖ്യാനിച്ചു തന്നതിൽ പിഴച്ചതാണോ, എന്താണ് അതിന്റെ ഉദ്ദേശമെന്ന് പറഞ്ഞു തരാൻ താല്പര്യപ്പെടുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്കയിൽ പ്രവേശിച്ച സമയത്ത് ഖബറുകൾ തട്ടി നിരപ്പാക്കുന്നതായിക്കൊണ്ട് കണ്ടു എന്ന് പറയുന്ന ഒരു ഹദീസ് വഹാബികൾ കേൾപ്പിച്ചു എന്നാണല്ലോ സഹോദരൻ പറഞ്ഞത്. ഇവിടെ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്കയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഖബറുകൾ തട്ടി നിരപ്പാക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു എന്ന് പറയുന്ന ഹദീസ് എന്ന് പറയുമ്പോൾ ചിന്തിക്കണം, ഇത് വഹാബികൾ പറഞ്ഞതാണെങ്കിൽ ഇത് വഹാബികളുടെ ജഹാലത്താണ്. എന്ത് ജഹാലത്തെന്ന് അതിനെക്കുറിച്ച് പറയാം. അതല്ലെങ്കിലും വഹാബിസം എന്ന് പറഞ്ഞാൽ അതിനോട് മുറാദിഫാകുന്ന, അതിനോട് പര്യായമായിക്കൊണ്ട് വരുന്ന ഒരു പദം ജഹാലത്ത് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും അനുയോജ്യമായ വാക്കുകൾ തന്നെയാണ്. ആലോചിക്കണം, ഹദീസ് എന്ന് പറയുന്നത്, സാങ്കേതികമായി ഹദീസ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, അതല്ലെങ്കിൽ സഹാബിമാരുടെ, അതുമല്ലെങ്കിൽ താബിഈങ്ങളുടെ ഖൗല്, ഫിഅല്, തഖ്രീർ, ഇതാണ്. ഇതിൽ തന്നെ താബിഈങ്ങളുടെ ഉൾപ്പെടുമോ ഇല്ലേ, ഇത് തർക്കമുണ്ട്. പരമാവധി എല്ലാ തർക്കങ്ങളെയും എല്ലാ ഖിലാഫുകളെയും പരിഗണിച്ചാലും ഹദീസ് എന്ന സാങ്കേതിക വാക്കിൽ റസൂല്, സഹാബി, താബിഈ ഈ മൂന്ന് വിഭാഗം മാത്രമേ ഉൾപ്പെടുകയുള്ളൂ. ഇത് നാം ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്കയിൽ പ്രവേശിച്ച സമയത്ത് അവിടെയുള്ള ഖബറുകൾ തട്ടി നിരപ്പാക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് എന്ന് പറയുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സഹാബിമാരിൽ പെട്ടവരല്ല, താബിഈങ്ങളിലും പെട്ടവരല്ല എന്നിരിക്കെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഹദീസ് എന്ന് പറയുക? ഇത് വഹാബികൾ പറഞ്ഞതാണെങ്കിൽ അവിടെ വഹാബിത് വിശദീകരിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് ഹദീസ് എന്ന് എങ്ങനെ പറഞ്ഞു? അല്ല, സഹോദരന്റെ ചോദ്യം ഞാൻ മനസ്സിലാക്കിയതിൽ സംഭവിച്ച പിഴവാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരൻ തന്നെ മൈക്കിലേക്ക് വരണം. ഞാനിത് വഹാബികൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ വഹാബികളുടെ ഒരു ജഹാലത്ത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ കേൾപ്പിക്കുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. വിഷയത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്, മക്കയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെയുള്ള ഖബറുകൾ തട്ടി നിരപ്പാക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഹദീസ് എന്ന് ഉപയോഗിച്ചത്? അത് ഏത് ഭാഷയാണത്? അത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണത്? ഇത് വഹാബികൾ ആദ്യം വിശദീകരിക്കണം. എന്തായിരുന്നു വഹാബികളുടെ ആ വിശദീകരണം എന്ന് പ്രിയപ്പെട്ട സഹോദരൻ മൈക്കിലേക്ക് വന്നുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞാൽ അത് നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സോറി ഉസ്താദെ, അത് എന്റെ അടുത്ത് തെറ്റിയ ഹദീസ് എന്നല്ല പറഞ്ഞ, ഉദ്ധരണി എന്നാ പറഞ്ഞ. സോറി, അത് എന്റെ അടുത്ത് തെറ്റിയതാണ്. കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഓക്കെ ഉസ്താദെ, അത് എന്റെ അടുത്ത് തെറ്റിയതാണ്. ഉദ്ധരണി എന്നാ പറഞ്ഞത്. ഹദീസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ പേരിൽ ഇനി ഒരു കളവ് പറഞ്ഞുണ്ടാക്കുന്നില്ല, എനിക്ക് താല്പര്യവുമില്ല. അപ്പോ ഷാഫി റളിയല്ലാഹു അൻഹു നേരിൽ കണ്ടു എന്ന് പറയുന്ന ഉദ്ധരണിയാണ് എനിക്ക് കേൾപ്പിച്ചു തന്നത്. ആ ഇബാറത്താണ് എനിക്ക് കേൾപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറബിയിൽ ഇബാറത്ത് എന്താണ്, ഉദ്ധരണി എന്താണ്, ഗ്രാമർ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പൊ അവരെന്നോട് പറയുന്നത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹിജ്റ 1100 അങ്ങനെ എന്തോ ഒരു ഡേറ്റും പറഞ്ഞ്. അപ്പോ അന്നാണ് ഈ നിരത്തുന്നത് കാണുന്നത്. അപ്പൊ സഹാബത്തല്ലാതെ
കുഫാരിങ്ങൾക്ക് പിന്നെ മക്കം ഫതഹിന്റെ ശേഷം കുഫാരിങ്ങൾക്ക് ഹറമിലേക്ക് പ്രവേശനം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഈ തട്ടി നിരത്തുന്നത് പിന്നെ ഷാഫി റളിയല്ലാഹു അൻഹു കാണണമെങ്കിൽ അത് ചെയ്തത് സഹാബത്ത് തന്നെ ആവണ്ടേ എന്നാണ് അവർ ഉദ്ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ സഹാബത്തിന് പേച്ചോന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഈ ഉദ്ധരണി വെച്ച് തന്നത്. പിന്നെ ലാസ്റ്റ് എനിക്ക് മൈക്ക് തന്നില്ല. നിങ്ങൾ ഉദ്ദേശിച്ച സോറി മൈക്ക് റിലീസ് ചെയ്യുന്ന അസ്സലാമു ഉസ്താദിന്റെ ക്ലാസ് കേട്ടു. എന്റെ മനസ്സിൽ കുറച്ച് മുന്നുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിന്റെ താരീഖുൽ കബീറിലുള്ള ഒരു ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോ ആ അതില് റസൂലുള്ളാന്റെ ഖബറിങ്ങല് വന്നിട്ട് പിന്നെ ഒരാള് ഒരു മന്നെന്നാ പറയുന്നത് റസൂലുള്ളാന്റെ ഖബറിങ്ങ വന്നിട്ട് ഇസ്തസ്കിലി ഉമ്മത്തിക്ക എന്ന് റസൂലുള്ളാഹിനോട് നേരിട്ട് പറയുന്ന ഒരു സംഭവം താരീഖുൽ കബീറിൽ ഉണ്ട് എന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ മുജാഹിദ് ആയ ആളുകളായിട്ടൊക്കെ സംസാരിക്കുമ്പോ ഞാനന്ന് കിതാബിന്റെ പേരൊന്നും ശരിക്കും പഠിച്ചിട്ടില്ല. ഞാൻ ഈ സംഭവം ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ അവരായിട്ടൊക്കെ സംസാരിക്കുമ്പോ ഞാൻ പറയും നിങ്ങൾ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, ഈ വിഷയത്തില് ഇമാം ബുഖാരി ഇമാമിനെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇമാം ബുഖാരി ശരിക്ക് അങ്ങനെയാണെങ്കിൽ സുന്നികളെ വിശ്വാസമാണ്, അതായത് നിങ്ങളുടെ അഭിപ്രായത്തിൽ മുശ്രിക്കാണ്. അപ്പൊ ഇങ്ങനെ ഈ മുജാഹിദായ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കറക്റ്റ് ഒരു ആൻസർ ഒന്നും ഇതുവരെ എന്നോട് പറഞ്ഞു തന്നില്ല. അപ്പൊ ഞാൻ ഇതേപോലെ തന്നെ ഈ മുജാഹിദ് ക്ലാസ്സിൽ കയറിയിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതായത് റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ റസൂലുള്ള വഫാത്തായതിന്റെ ശേഷം റസൂലുള്ളാന്റെ ഖബറിങ്ങ ചെന്നിട്ട് ഒരാള് സഹാബിയാണെന്ന് ആരോ ആവട്ടെ ചെന്ന് മഴക്ക് വേണ്ടി റസൂലുള്ളാഹിനോട് പറഞ്ഞു ഇസ്തിസ്കിലി ഉമ്മത്തിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവര് സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ റസൂലുള്ള പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യം പറയണം, മഴക്ക് വേണ്ടി നിസ്കരിക്കണം. മഴക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ മഴക്ക് വേണ്ടി നിസ്കരിച്ചു, അവർക്ക് മഴ കിട്ടി എന്നൊരു സംഭവം താരീഖുൽ കബീറിൽ ഉണ്ടല്ലോ എന്ന്. പിന്നെ ഞാൻ ആ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ വന്നിട്ട് ചോദിച്ചിട്ടാണ് കിതാബിന്റെ പേര് പഠിച്ചത്. അപ്പൊ ഈ ക്ലാസ്സിൽ മുജാഹിദിന്റെ ക്ലാസ്സിൽ കയറി ചോദിച്ചപ്പോ ഇതിന് മുന്നേ ഈ മുജാഹിദ് സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോ സുഹൃത്തുക്കളെല്ലാം മുജാഹിദുകളായ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ പറയുമ്പോൾ അവർക്ക് ആൻസർ ഇല്ല. അപ്പൊ ഞാൻ ആ ധൈര്യത്തിൽ വെച്ചിട്ട് ഈ ക്ലാസ്സിൽ ചെന്ന് ചോദിച്ചപ്പോ അയാൾ എടുത്തേക്ക് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലാന്ന് ആദ്യം. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയായി പോയി, അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നമ്മളെ ക്ലാസ്സിൽ വന്നിട്ട് ചോദിച്ചപ്പോ നൂർ ഫൈസ് ഉസ്താദ് പറഞ്ഞു തന്നു ഇങ്ങനെ ഇന്ന കിതാബാണ്, ഈ കിതാബിലുണ്ട്. അപ്പൊ പിറ്റേ ദിവസം ഞാൻ ആ ക്ലാസ്സിൽ ചെന്നിട്ട് ഞാൻ സംഭവം പറഞ്ഞു ഇങ്ങനെ ഈ കിതാബിലുണ്ട്. അപ്പൊ ഇന്നലെ ഇല്ലാന്ന് പറഞ്ഞ ആളല്ല മൈക്കെടുത്തത്, വേറൊരാൾ മൈക്കെടുത്തിട്ട് പറഞ്ഞു അത് പിന്നെ ഇമാം ബുഖാരി ഇമാമിന്റെ കിതാബില് ചിലത് തറാവീഹ് 20 റക്അത്തുള്ളതുണ്ട്, 10 ഉള്ളതുണ്ട്, 8 ഉള്ളതുണ്ട്, അങ്ങനെ വ്യത്യസ്ത അഭിപ്രായമാണ്. അപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഷിർക്കാണ് അല്ലെങ്കിൽ മുസ്ലിമാണ്. 10 റക്അത്ത് ഒരാൾ നിസ്കരിച്ച് നിർത്തിയിട്ട് ഇസ്ലാമിന്ന് പോകുന്നില്ല, അത് ചിലപ്പം തറാവീഹ് ആകാതിരിക്കേ ഉള്ളൂ. ഇത് ഇവിടെയുള്ള വിഷയം അതല്ല. ഇത് റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്നിട്ട് നേരിട്ട് റസൂലുള്ളാഹിനോട് സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് അയാള് ഷിർക്ക് ചെയ്തു എന്നാണ്. അവിടെ 10 റക്അത്ത് നിസ്കരിക്കുന്ന പോലല്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം അവർ പറഞ്ഞത് ലൈഫാണെന്നുള്ളതിന് ഞാൻ പറഞ്ഞു ലൈഫായിട്ട് പോലും ബുഖാരി ഇമാം ആ റിപ്പോർട്ട് ചെയ്യണം, ആ സംഭവം റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമാം ബുഖാരി ഇമാമിന് ആ സംഭവത്തിൽ വിശ്വാസമുള്ള ആളായിരിക്കണം. അപ്പൊ ഇമാം ബുഖാരി ഇമാമിന്റെ വിശ്വാസം അങ്ങനെ ചെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഖബറിന് നേരിട്ട് ചെന്ന് പറയാണ് ഇസ്തസ്കലി ഉമ്മത്തിക്ക, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം നേരിട്ട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മുശ്രിക്കല്ല, അയാൾ നല്ല മുസ്ലിമാണ് എന്നാണ് ഇമാം ബുഖാരിന്റെ വിശ്വാസം. ആ വിശ്വാസം നിങ്ങൾ പറഞ്ഞ് ഷിർക്കാണ് എന്ന്. അതിൽ നിങ്ങൾ ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവരിങ്ങനെ ഈ ഇമാം ബുഖാരിക്ക് ആ വിശ്വാസം ഇല്ലാതെ തന്നെ അങ്ങനെ പറയാം എന്നൊക്കെ ഉള്ള ഒരു ന്യായം പറഞ്ഞത്. പിന്നെ ഇതേപോലെ വീണ്ടും ഞാൻ വേറൊരു സംഭവം ഉണ്ടല്ലോ, ഇമാം ബുഖാരി ഇമാമിന്റെ വേറൊരു ഹദീസില് നമ്മളെല്ലാരും മഹ്ശറയിലെത്തിയിട്ട് നമുക്ക് പിന്നെ ഷഫാഅത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെല്ലുന്ന ആരെടുത്ത നമുക്ക് അള്ളാഹു ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു, ഖബറുണ്ടെന്ന് ബോധ്യപ്പെട്ടു, ഇപ്പൊ ഉള്ളതിനേക്കാളും നമുക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ടും നമ്മള് ചെല്ലുന്നത് അള്ളാഹിന്റെ അടുത്തേക്കല്ല, ആദിൻ നബിന്റെ അടുത്തേക്കാണ്. ആദിൻ നബിന്റെ അടുത്ത് ചെന്നിട്ട് ആദിൻ നബി പറയുന്നത് എന്നോട് ചോദിക്കരുത്, നിങ്ങള് അള്ളാഹിനോട് ചോദിക്കുന്നല്ല പറയുന്നത്, നിങ്ങൾ ചോദിക്കേണ്ട അടുത്ത പ്രവാചകനോട് ചോദിച്ചു നോക്കുന്ന. ഇങ്ങനെ അള്ളാഹു താല തൗഹീദ് പഠിപ്പിക്കാൻ പറഞ്ഞയച്ച 1,24,000 പ്രവാചകന്മാരും
പറയുന്നത് എന്താ, നിങ്ങൾ അടുത്ത ആളടുത്തേക്ക് പോകുന്നതാണ്. അപ്പൊ അതെന്താ അങ്ങനെ? അള്ളാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് ക്ലിയർ ആയി, എന്നിട്ട് എന്തുകൊണ്ട് ഈ നമ്മൾ മറ്റുള്ള പ്രവാചകന്മാരുടെ അടുത്തേക്ക് പോകുന്നു? അവസാനം ഏറ്റെടുക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ രണ്ട് സംഭവം വെച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് ഒരു ബിഗ് സീറോ ആണ് എന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോ ഞാൻ ഈ ക്ലാസ്സിൽ ഇത് പറയാനുള്ള കാരണം, ഒന്ന്, ഉസ്താദിന്റെ അടുത്ത് നിങ്ങൾക്ക് കറക്റ്റ് ഒരു ആൻസർ, ഇവര് പറയുന്നത് വെറും വിഡ്ഢിത്താണ് എന്നുള്ള ഒരു ഔദ്യോഗികമായിട്ട് എനിക്കൊരു ഇത് കിട്ടണം, ഒന്ന്. രണ്ടാമതായിട്ട്, നമ്മൾ ഈ ഏപ്പിക്കാരായ ആളുകളെ ക്ലാസ്, അവരുടെ ഈ സംവാദങ്ങൾ, ഞാൻ സംവാദം കുറെ കേട്ടിട്ടുണ്ട്. ഈ സംവാദങ്ങളില് പലപ്പോഴും ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുജാഹിദ് ജയിച്ചു എന്ന് പറഞ്ഞു വരും, സുന്നി ജയിച്ചു എന്ന് പറഞ്ഞു വരും. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു സംഭവത്തിലൂടെ പലപ്പോഴും ഈ വാഗ്വാദങ്ങൾ പോകുന്നില്ല. അതേസമയം നമ്മളെ ഈ പറഞ്ഞ ബുഖാരി ഇമാമിന്റെ ഈ സംഭവം, അതേപോലെ തന്നെ നമ്മൾ മാഷറിയിൽ നിന്ന് കണ്ട സംഭവങ്ങൾ, ഇതിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ ഉസ്താദിന്റെ ഇതിൽ നിന്ന് ഞാനൊരു ആൻസർ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഷർ എന്ന ഐഡിയുള്ള സഹോദരൻ അല്പസമയം വെയിറ്റ് ചെയ്യണം. കാരണം ആദ്യം പ്രിയപ്പെട്ട മറ്റൊരു സഹോദരൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഖബർ കെട്ടിപ്പൊക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മക്കയിലേക്ക് പ്രവേശിച്ചപ്പോ അവിടെ ഖബർ തട്ടി നിരപ്പാക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു. ഇത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഉദ്ധരണി. മക്കയിലേക്ക് പ്രവേശിച്ചപ്പോ അവിടെ ഖബർ തട്ടി നിരപ്പാക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു. അല്ലെ, അങ്ങനെ തന്നെയാണ്. ഇന്ന് ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങൾ, ഇന്ന് കിട്ടാവുന്ന ഏത് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മറ്റുള്ള ഇമാംമാർ എഴുതിയിട്ടുള്ള ഏത് കിതാബുകൾ പരിശോധിച്ചാലും ലോകത്തുള്ള വഹാബികളെ മുഴുവനും ഞാൻ വെല്ലുവിളിക്കുന്നു, മക്കയിലേക്ക് ഞാൻ പ്രവേശിച്ചപ്പോൾ അവിടെ ഖബറുകൾ തട്ടി നിരപ്പാക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ആ ഉദ്ധരണി നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഒരു വഹാബിക്കും അങ്ങനത്തെ ഒരു ഉദ്ധരണി കൊണ്ടുവരാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് ഞാൻ പ്രവേശിച്ചപ്പോൾ അവിടെ ഖബറുകൾ തട്ടി നിരപ്പാക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു എന്ന് ഇമാം അവറുകൾ പറഞ്ഞിട്ടുള്ള ഒരു ഉദ്ധരണി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകളിൽ നിന്നോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മറ്റുള്ള ഇമാംമാർ രചിച്ചിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നോ അങ്ങനെയുള്ള ഒരു ഉദ്ധരണി ഇമാം അവറുകൾ പറഞ്ഞതായിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ നാട്ടിലെ വഹാബിയാണെങ്കിലും മറുനാട്ടിലെ വഹാബിയാണെങ്കിലും ഏത് കിതാബ് ഉദ്ധരിച്ചാലും ശരി അങ്ങനത്തെ ഇബാറത്ത് ഉദ്ധരിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ഇമാം അവറുകൾ പറഞ്ഞതായിക്കൊണ്ട് ഏത് കിതാബ് പരിശോധിച്ചാലും ശരി അങ്ങനെ ഇബാറത്ത് കാണുകയില്ല. പാവം വഹാബികൾക്ക് ഇവിടെയും അബദ്ധം പറ്റിയതായിരിക്കാം. ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ ഉമ്മിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇബാറത്തുണ്ട്. ആ ഇബാറത്തിനെ കുറിച്ചായിരിക്കാം ഒരു പക്ഷേ വഹാബികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉമ്മിൽ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ മക്കയിൽ പ്രവേശിച്ചപ്പോൾ അവിടെയുള്ള ഖബറുകൾ തട്ടി നിരപ്പാക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു എന്ന് പറയുന്ന ഇമാം അവറുകളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഉദ്ധരണി ഇമാം അവറുകളുടെ കിതാബിലോ ഇമാം അവറുകളെ കുറിച്ച് മറ്റുള്ളവർ എഴുതിയിട്ടുള്ള കിതാബുകളിലോ കാണുക സാധ്യമല്ല. വഹാബികൾക്ക് പൊതുവെ സംഭവിക്കാറുള്ള അബദ്ധം, അതല്ലെങ്കിലും അബദ്ധം സംഭവിക്കുന്നവരുടെ പേരാണ് വഹാബി എന്ന്. വഹാബി എന്നാൽ അബദ്ധം സംഭവിക്കാൻ വേണ്ടി അല്ലാഹു തആല പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു വിഭാഗമാണ്. അവർക്ക് കിതാബുൽ ഉമ്മിലെ ഒരു ഇബാറത്ത് മനസ്സിലാക്കുന്നതിൽ സംഭവിച്ച അബദ്ധമായിരിക്കാം. കിതാബുൽ ഉമ്മിൽ ഒരു ഇബാറത്താണ് ഒരുപക്ഷെ വഹാബിയെ ഈ വലിയ ഭീമാബദ്ധത്തിൽ ചാടിച്ചിട്ടുള്ളത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ നാം മനസ്സിലാക്കേണ്ടത്, കാണുന്ന ഖബറൊക്കെ കൂടി കെട്ടിപ്പൊക്കണം
എന്നതല്ല സുന്നികളുടെ വാദം. അങ്ങനെ സുന്നികൾക്കൊരു വാദമില്ല. എല്ലാ ഖബറുകളും കെട്ടിപ്പൊക്കണം എന്ന് സുന്നികൾക്ക് വാദമില്ല. ഇനി മാത്രമല്ല, മഹാന്മാരുടെ ഖബറാണെങ്കിൽ തന്നെ കെട്ടിപ്പൊക്കിയേ പറ്റൂ എന്ന് സുന്നികൾ പറയുന്നില്ല. നാം മനസ്സിലാക്കേണ്ടുന്ന, ശ്രദ്ധിക്കേണ്ടതിന്റെ ഭാഗമാണത്. മഹാന്മാരുടെ ഖബറുകളാണെങ്കിൽ തന്നെ അത് കെട്ടിപ്പൊക്കൽ അനിവാര്യമാകുന്നു, കെട്ടിപ്പൊക്കിയേ പറ്റുള്ളൂ. കെട്ടിപ്പൊക്കിയിട്ടില്ല എങ്കിൽ ആ ഖബറിൽ കിടക്കുന്ന ആള് മഹാനാവുകയില്ല. മഹാനാണോ കെട്ടിപ്പൊക്കണം എന്നൊരു വാദം നമുക്കില്ല. നമുക്കറിയാമല്ലോ, പൊന്നാനി പള്ളിയിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം അവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. ബഹുമാനപ്പെട്ടവരുടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല. അങ്ങനെ കെട്ടിപ്പൊക്കാത്ത ഒരുപാട് ഖബറുകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. സുന്നികളാൽ സംരക്ഷിക്കപ്പെടുന്ന, സുന്നികൾ നേതൃത്വം കൊടുക്കുന്ന, സുന്നികളാൽ പരിപാലിക്കപ്പെടുന്ന പല സ്ഥലങ്ങളിലും പല മക്ബറകളിലും കെട്ടിപ്പൊക്കാത്ത ഖബറുകളുണ്ട്. അപ്പൊ നമ്മുടെ വാദം, മഹാനാണോ കെട്ടിപ്പൊക്കണം, മഹാനാണോ കെട്ടിപ്പൊക്കിയേ പറ്റൂ, കെട്ടിപ്പൊക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായും അത് മഹാനോട് കാണിക്കുന്ന അനാദരവാകുന്നു എന്നൊന്നും നമുക്ക് വാദമില്ല. നമ്മുടെ വാദം, ഒരു മഹാന്റെ ഖബർ അവരെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് കെട്ടിപ്പൊക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അത് ബിദ്അത്താണെന്നോ ശിർക്കാണെന്നോ ഖബറാരാധനയാണെന്നോ വഹാബികൾ പറഞ്ഞതുപോലെ പറയാൻ പറ്റുകയില്ല. ഇതാണ് നമ്മുടെ വാദം. ഇത്രേ നമ്മൾ പറയുന്നുള്ളൂ. മഹാന്മാരെ ആദരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ചെയ്യുന്നൊരു പ്രവർത്തനമാണ് ഖബർ കെട്ടിപ്പൊക്കൽ. ഖബർ കെട്ടിപ്പൊക്കലിലൂടെ മാത്രമേ ആദരവെന്ന സംഗതി ഉള്ളൂ എന്നും നാം പറയുന്നില്ല. മഹാന്മാരെ ആദരിക്കുക, അതിന് പല മാർഗങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഒരു മാർഗമാണ് ഖബർ കെട്ടിപ്പൊക്കുക മഹാന്മാരുടെ എന്നുള്ളത്. അതിന് തന്നെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഒരുപാട് നിബന്ധനകളും പറയുന്നുണ്ട്. ആ നിബന്ധനകളൊക്കെ പാലിക്കപ്പെട്ടാൽ മാത്രമേ ഖബർ കെട്ടിപ്പൊക്കുക എന്ന കാര്യം നാം അംഗീകരിക്കുന്നുള്ളൂ. അതല്ലാതെ ഏത് ഖബറും കെട്ടിപ്പൊക്കണം, മഹാനാണോ ഖബർ കെട്ടിപ്പൊക്കണം, അതിന് നിബന്ധനകളോ അതിന്റെ പ്രത്യേകതകളോ പരിഗണിക്കേണ്ടതില്ല എന്നൊരു വാദം നമുക്കില്ല. ഇങ്ങനെയൊക്കെ നാം വാദിക്കുന്നത് പോലെയാണ് വഹാബികളുടെ ഈ വിമർശനങ്ങൾ കേൾക്കുമ്പോഴുള്ളത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, മഹാന്മാരുടെ ഖബറുകൾ നിബന്ധനകൾക്കനുസരിച്ച് കെട്ടിപ്പൊക്കുകയാണെങ്കിൽ അത് അവരെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. ആദരവ് കെട്ടിപ്പൊക്കലിലൂടെ മാത്രമേ നടക്കൂ എന്ന് നാം പറയുന്നില്ല, അങ്ങനെ നാം വിശ്വസിക്കുന്നില്ല. മറ്റ് മാർഗങ്ങളിലൂടെയും ആകാം ഖബർ മഹാന്മാരെ ആദരിക്കൽ. കെട്ടിപ്പൊക്കൽ ഇപ്പറഞ്ഞ രൂപത്തിൽ ശിർക്കാകുന്നു, ബിദ്അത്താകുന്നു എന്ന വഹാബിവാദം നാം അംഗീകരിക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുന്നികളാൽ പരിപാലിക്കപ്പെടുന്ന പല മക്ബറകളിലും പല സ്ഥലങ്ങളിലും കെട്ടിപ്പൊക്കാത്ത ഖബറുകളുണ്ട്. അപ്പൊ ഖബർ കെട്ടിപ്പൊക്കൽ സംബന്ധമായിക്കൊണ്ട് നമ്മുടെ അടിസ്ഥാനപരമായ നിലപാട് ഇങ്ങനെയാണ്. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. അറിഞ്ഞിട്ടുണ്ടാവില്ല. ഏതായാലും ഞാൻ ഒന്ന് അൺബൗൺസ് ചെയ്യണ്ട. ഉസ്താദ് മൈക്ക് എടുത്തോളൂ. ഉസ്താദിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പോയിരുന്നു. ഹലോ, മൈക്ക് പോയത് മൈക്ക് നഷ്ടപ്പെട്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിഷയങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതൊക്കെ ഭാഗങ്ങളാണ് കേട്ടത് കേൾക്കാത്തതെന്ന് അറിയില്ല. അതുകൊണ്ട്
സയ്യിദ് NS എന്ന ഐഡിയിലുള്ള സഹോദരത്തിന്റെ മൈക്കിലേക്ക് വരണം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി സംസാരിക്കണം. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ. ഉസ്താദെ, പിന്നെ ആ കിതാബിൽ ഉമ്മിൽ അങ്ങനെ ഒരു ഉദ്ധരണി ഷാഫി റളിയല്ലാഹുവിൻ്റെതായിട്ട് ഉണ്ട് എന്ന് ഇതന്നെ ഇവര് പറയുന്നത്. കാരണം ഹിജ്റ 100 ചില്ലാനത്തിലാണല്ലോ ഷാഫി റളി. അവ ഇങ്ങനെ തന്നെ എന്നോട് പറഞ്ഞു, 100 ചില്ലാനത്തിൽ മക്കയിലും മദീനയിലും എങ്ങനെയാണ് കുഫാരിങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് പിന്നെ എങ്ങനെയാണ് ഷാഫി റളിയല്ലാഹു അൻഹു കഥ എന്നാണ് അവരുടെ ചോദ്യം. അപ്പോ ഇതില് സഹാബത്തിന് പങ്കുണ്ടാവണല്ലോ ഈ ഖബർ കെട്ടി പൊന്തിച്ചതിൽ സഹാബത്തിന് ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സയ്യിദ് NS പിന്നെ മൈക്ക് കട്ടുണ്ടല്ലോ, ബൈലക്ഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏതായാലും നിങ്ങള് പിന്നെ പറയണത് കട്ടുണ്ട്. സയ്യിദ് NS ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? സയ്യിദ് സാഹിബ് ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ മൈക്കിന് സാധാരണ കട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തതാണല്ലോ. നിങ്ങളെ മൈക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് പോണുണ്ട്. ഒന്നുകൂടി മൈക്ക് എടുത്തോളി. ഉസ്താദ് നാട്ടിൽ നിന്നാണ്. പിന്നെ നാട്ടിലെ 1 മണിയാവുമ്പോ പരിപാടി നമുക്ക് ക്ലോസ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ. കണ്ടു. ഉസ്താദ് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ അതായത് ഹിജ്റ 1100 ശേഷം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങനെ തട്ടി തകർത്ത് പറഞ്ഞു കൊണ്ടുവരുന്നത്. പിന്നെ ആദ്യമായിട്ട് മദീനയിലേക്ക് ഹിജ്റ വന്ന ഒരു സഹാബി അബ്ദുറഹ്മാനിൽ തുടങ്ങുന്ന പേരാണ് പറഞ്ഞത് റളിയല്ലാഹു അൻഹു. എന്താണെന്ന് ഞാൻ ഓർക്കണില്ല. ഏതായാലും പിന്നെ ആ സഹാബിയുടെ കബറും കെട്ടിപ്പൊന്തിച്ചതായിട്ടും അതും ഈ തകർത്തതിൽ പെട്ടിട്ടുണ്ട് എന്നാണ് അവരുമായിട്ടുള്ള ചർച്ചയിൽ എനിക്ക് മനസ്സിലായത്. ഇപ്പൊ എന്നത് വിശദീകരിക്കാൻ ഉസ്താദിന് സമയം വൈകിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം വരെ കാത്തിരിക്കാൻ തയ്യാറാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ കിതാബുൽ ഉമ്മിലെ ഈ ഉദ്ധരണി കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഒന്നും കൂടി ഞാൻ അവരായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിഷയം ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്കയിൽ പ്രവേശിച്ചപ്പോൾ ഖബറുകൾ തട്ടി നിരപ്പാക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നതിനെ തുടർന്നുകൊണ്ടാണല്ലോ. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. മക്കയിൽ ഞാൻ പ്രവേശിച്ചപ്പോ അവിടെയുള്ള ഖബറുകൾ തട്ടി നിരപ്പാക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതല്ല ഞാൻ നേരത്തെ വളരെ വ്യക്തമായി പറഞ്ഞത്. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഏതെങ്കിലും ഇമാമിന്റെ കിതാബിലോ ഇമാമിനെ കുറിച്ചുള്ള കിതാബിലോ ഏതെങ്കിലും ഒരു കിതാബിൽ ഇവർക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അതായത് ഞാൻ മക്കയിൽ പ്രവേശിച്ചപ്പോൾ അവിടെയുള്ള ഖബറുകൾ തട്ടി നിരപ്പാക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു എന്ന് ഇമാം അവറുകൾ പറഞ്ഞതായി ഇമാമിന്റെ കിതാബിലോ മറ്റു ഒരു കിതാബിലും കാണുക സാധ്യമല്ല. അങ്ങനെ ഇമാം അവറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ അതിനെ തുറന്നുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ,
ഖബർ കെട്ടിപ്പൊന്തിക്കൽ സംബന്ധമായിക്കൊണ്ട് നമ്മുടെ നിലപാട് കാണുന്ന ഖബറുകളൊക്കെ പൊന്തിക്കണം എന്നല്ല, മഹാന്മാരുടെ ഖബറുകളാണെങ്കിൽ തന്നെ അതെല്ലാം പൊന്തിക്കണം എന്നല്ല. ഏതെങ്കിലും ഖബറുകൾ അങ്ങനെ പൊന്തിക്കുകയാണെങ്കിൽ അത് തകരാറില്ലാത്ത കാര്യമാകുന്നു, അത് ആ മഹാനെ ആദരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള കാര്യമാകുന്നു എന്നാണ്. ഒരു വലിയന്റെ ഖബർ ഉണ്ടോ, ഒരു മഹാന്റെ ഖബറുണ്ടോ, അത് പൊന്തിക്കുന്നെങ്കിൽ അത് തഅലീമിന്റെ ഭാഗമാണ്. എന്നാൽ തഅലീം എന്ന സംഗതി അവർ ആദരിക്കുക എന്ന കാര്യം ഈ ഖബർ പൊന്തിക്കൽ എന്ന കാര്യമല്ലാത്ത മറ്റു വിഷയങ്ങളെ കൊണ്ടും ഉണ്ടാകാം. അതല്ല ഞാൻ പറഞ്ഞു, നമ്മുടെ കേരളത്തിൽ തന്നെ മമ്പുറത്തെ ഖബർ അത് പൊന്തിച്ചിട്ടുണ്ട്, വെളിയങ്കോട്ട ഖബർ അത് പൊന്തിച്ചിട്ടുണ്ട്. എന്നാൽ വെളിയങ്കോട് ഉമർ ഖാദിയുടെ ഉസ്താദും ഷെയ്ഖുമാകുന്ന ബഹുമാനപ്പെട്ട മഖ്ദൂമിന്റെ ഖബർ പൊന്തിച്ചിട്ടില്ല. അപ്പൊ മഹാന്റെ ഖബറാണോ പൊന്തിക്കണം, പൊന്തിച്ചേ പറ്റൂ എന്ന് നാം പറയുന്നില്ല. അത് പൊന്തിക്കുകയാണെങ്കിൽ അതിന് തകരാറില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങളും മുജാഹിദുകളും തമ്മിൽ നടന്ന ചർച്ച ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ അങ്ങനെ പറഞ്ഞു എന്ന് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇമാം അവറുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖബറ് തട്ടി നിരപ്പാക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു എന്നുള്ള ഉദ്ധരണി ഇമാം അവറുകളെ തൊട്ട് ഒരിക്കലും ഉദ്ധരിക്കാൻ സാധ്യമല്ല. പിന്നെ ഉമ്മിന്റെ ഒരു ഇബാറത്തായിരിക്കാം വഹാബികളെ അബദ്ധത്തിൽ ചാടിച്ചിട്ടുള്ളത്. ആ ഇബാറത്തിന്റെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കിയാൽ ആ വിഷയം തീരുകയും ചെയ്യും. സഹോദരന് ഉമ്മിന്റെ ഇബാറത്ത് ആവശ്യമാണെങ്കിൽ ഞാൻ PM ചെയ്തു തരാം. അത് ഞാൻ അത് ടെക്സ്റ്റിലൂടെ അത് അടിച്ച് കാണിച്ചു തരാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ ഉസ്താദ്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ ഉസ്താദ്, എന്റെ ചോദ്യം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തന്നെയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആധികാരികമായിട്ട് ഉസ്താദ് പഠിച്ചതുകൊണ്ട് ചോദിക്കാണ്. പിന്നെ ഈ അമേരിക്കയിലെ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ നിയമങ്ങൾ ഷാഫി മദ്ഹബിൽ നിന്ന് സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് അമേരിക്കൻ സുപ്രീം കോടതിയുടെ മുകളിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമേരിക്കയിലെ സുപ്രീം കോടതി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റ് പല നിയമ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അതുപെട്ട ഒന്നിലധികം സ്ഥലങ്ങളിൽ തന്നെ പല കഴിഞ്ഞുപോയ പല മഹാന്മാരുടെയും പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിമയും ഉണ്ട് എന്ന് ചരിത്രങ്ങളിൽ കാണുന്നു. നാം അത് കണ്ട് മനസ്സിലാക്കിയവരല്ലല്ലോ. നാം അമേരിക്കയിൽ പോയിട്ടില്ല, അങ്ങനെ സംഭവം ഉള്ളതായിക്കൊണ്ട് ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്, രേഖകളിൽ കാണുന്നുണ്ട്. നാം നെറ്റ് പരിശോധിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റ് ചരിത്ര ബുക്കുകൾ പരിശോധിക്കുമ്പോഴും നമുക്കത് കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഏതായിരുന്നാലും ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ആ പ്രതിമാ സമ്പ്രദായത്തിൽ നാം അനുകൂലിക്കുന്നില്ല. പക്ഷേ അമേരിക്കൻ ഭരണകൂടത്തിന് അതല്ലെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സ്വീകരിക്കപ്പെട്ട അതല്ലെങ്കിൽ അവർ ആകർഷിച്ച ഒരു വ്യക്തിയായതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം അവറുകളുടെ പ്രതിമ അതല്ലെങ്കിൽ പേര് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇമാം അവറുകളുടെ പേര് അതല്ലെങ്കിൽ പ്രതിമ അവിടുത്തെ ഒന്നിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ നിയമ സ്ഥാപനങ്ങളിലും പിന്നെ പ്രതിമകളും പേരുകളും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോഴും അതുപോലെ തന്നെ വിവിധ സൈറ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അവരെ സ്വാധീനിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അമേരിക്കൻ നിയമങ്ങൾ ഉണ്ടാക്കുന്ന വിഷയത്തിന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവരുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്, അവരുടെ
അവിടുത്തെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു സൈറ്റുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ഉസ്താദ്, ഞാൻ ഇന്നലെ ഈ റൂമിൽ വെച്ച് ചോദിച്ചിരുന്നു, മമ്പ്രം തങ്ങളുടെ മൗലൂദ് കിതാബ് ദാറുൽ ഇസ്ലാമിക് അക്കാദമിയിൽ നിന്ന് എഴുതിയതില് മമ്പ്രം തങ്ങൾ സ്വർണത്തിന്റെ മോതിരവും പട്ടുവസ്ത്രങ്ങളും ധരിച്ചതായിട്ട് അതിൽ എഴുതപ്പെട്ടതായി കാണാൻ കഴിഞ്ഞു. പ്രസ്ഥാനം ചോദിക്കുന്നത്, ശരീഅത്തിന് വിപരീതമായിട്ടുള്ള വസ്ത്രങ്ങൾ, സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളെ ഒരു ഷെയ്ഖായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയായിട്ടോ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറയുന്നത്, ശരീഅത്തില്ലാത്തൊരു വലിയ ആകാശത്തൂടെ പറക്കുന്നത് കണ്ടാലും അവരെ പിന്തുടരാൻ പറ്റില്ല, പിൻപറ്റാൻ പറ്റില്ല എന്നുള്ളൊരു ഇതാണല്ലോ പറയുന്നത്. അതനുസരിച്ച് ഉസ്താദിനെ കുറിച്ച് വിശദീകരിച്ചു തന്നാൽ നന്നായിരുന്നു. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരനോട് ആദ്യം ഞാൻ കാര്യം ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മമ്പ്രം തങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മമ്പ്രം തങ്ങൾ ഒരു നല്ല മനുഷ്യനായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മൗലികയിലുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. മമ്പ്രം തങ്ങൾ ഒരു വലിയായിട്ട് എന്നല്ല ഞാൻ ചോദിച്ചു, മമ്പ്രം തങ്ങൾ ഒരു നല്ല മനുഷ്യനായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എന്താണ് മമ്പ്രം തങ്ങളെ കുറിച്ച്? ഒരു നല്ല മനുഷ്യനാണോ അല്ലേ? ഇതിൽ നിങ്ങളുടെ നിലപാടെന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീർച്ചയായിട്ടും നല്ല മനുഷ്യനാണ്. ഖുതുബാണ്. ഖാദിരിയ തരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു. ശരീഅത്തിൽപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തതായിട്ട് ഉണർത്തുകയും ശരീഅത്തില്ലാത്ത ആൾക്കാരെ പിന്തുടരാൻ പറ്റില്ല എന്നുള്ള പറയുകയും ചെയ്യും. അതിലുള്ള വിപരീതമായിട്ടുള്ള വ്യത്യാസമാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദിനോട് ചോദിച്ചത്. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട മമ്പ്രം തങ്ങൾ ഷെയ്ഖാണ്, വലിയാണ്, ഖുതുബാണ് എന്നൊക്കെ നിങ്ങൾ ശരിവെച്ചു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു ഷെയ്ഖിന്റെ അതല്ലെങ്കിൽ ഒരു വലിയന്റെ ഒരു ഖുതുബിന്റെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള നിലപാടെന്താണ്? ഒരു ഖുതുബിന്റെ ഒരു വലിയ ബഹുമാനം അതുകൂടി ഒന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അത് ഞാനല്ല വ്യക്തമാക്കേണ്ടത്, സമസ്തയാണ്. സമസ്ത പല സമയത്തിലും പല ഔലിയാക്കന്മാരെയും എതിർക്കാൻ വേണ്ടി ഇത്തരം കാരണങ്ങളാണ് ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ സംശയം ഇവിടെ ചോദിക്കാൻ കാരണം. എനിക്ക് ആ വിഷയത്തിൽ സംശയം ഉണ്ടായിട്ടല്ല. കാരണം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തും സമസ്ത പല മശായിഖുമാരെയും എതിർക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്താണ് സമസ്തന്റെ ആ നിയമം എന്നുള്ളത്? രണ്ട് കാര്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരനോട് എനിക്ക് ചോദിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സമസ്ത പല സ്ഥലങ്ങളിലും ഔലിയാക്കന്മാരെ എതിർത്തത് എന്ന് പറയുന്നു. സമസ്ത ഏത് വലിയനെയാണ് എതിർത്തിട്ടുള്ളത്? ഒന്ന്, ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമസ്ത പല ഔലിയാക്കന്മാരെയും എതിർത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമസ്ത ഏത് വലിയനെയാണ് എതിർത്തിട്ടുള്ളത്? ഒന്ന്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട CM വലിയുള്ള, ബഹുമാനപ്പെട്ട വേങ്ങര കോയപ്പാപ്പ പോലെയുള്ള മഹാന്മാരായ ഔലിയാക്കന്മാരെ ബഹുമാനിച്ചിട്ടുണ്ട്,
സമസ്തയുടെ ആലിമ്യങ്ങൾ അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന സംഗതി സഹോദരൻ മറക്കരുത്. 3, സമസ്തയാണ് വ്യക്തമാക്കേണ്ടത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ ഇപ്പോൾ ഏതു ഭാഗം ഇത്തരം സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സമസ്ത പല ഔലിയാക്കന്മാരെയും എതിർത്തിരിക്കുന്നു എന്ന് സഹോദരൻ പറഞ്ഞു. ഒന്ന്, ഇങ്ങനെയുള്ള സംഗതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമസ്ത ഏത് വലിയ ാണ് എതിർത്തിട്ടുള്ളത്. സമസ്തയുടെ ആലിമ്യങ്ങൾ ബഹുമാനിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു. സമസ്തയുടെ ആലിമ്യങ്ങൾ അവരെ വളരെ മഹത്വത്തോടുകൂടി ദുആ ചെയ്യിപ്പിച്ചിരുന്നു എന്നതൊരു വസ്തുതയാണല്ലോ. അതിനെക്കുറിച്ച് സഹോദരൻ എന്താണ് പറയാനുള്ളത്? 3, സമസ്തയാണ് മറുപടി പറയേണ്ടത്, സമസ്തയുടെ ആളുകളാണ് മറുപടി പറയേണ്ടത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സഹോദരൻ ഏത് ഭാഗത്താണ്, ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? സുന്നികളെ കുറിച്ച് ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങളെ കുറിച്ച് വിശദീകരിച്ചപ്പോ സുന്നി ആദർശത്തിലാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പക്ഷത്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ പക്ഷത്ത് തന്നെ ഏത് ഭാഗത്താണ്, ഏത് വകുപ്പിലാണ് ഇപ്പൊ സഹോദരൻ നിൽക്കുന്നത്? ഈ 3 കാര്യങ്ങൾ സഹോദരൻ മൈക്കിൽ വന്നുകൊണ്ട് വിശദീകരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ അടുത്ത് ഉറങ്ങുന്നവരുണ്ട്, അതുകൊണ്ട് പതുക്കെ പറയുന്നത്. ഞാൻ ഇന്നും SKSSFന്റെ മെമ്പർഷിപ്പുള്ള ഒരു പ്രവർത്തകനാണ്. ഒരു കാലഘട്ടത്തിൽ SKSSFും പിരിഞ്ഞ അവസരത്തിൽ അന്ന് മുതലിച്ച് സജീവ SKSSFന്റെ പ്രവർത്തകനുമാണ്. പിന്നെ സമസ്ത എതിർത്തത് ഒന്ന്, കൊടുവള്ളി എടയത്തുറയിൽ തരീഖത്തിന്റെ ഷെയ്ഖ് മഹാനവറുകളെ കുറിച്ച് സമസ്ത ഇത്തരം CM ഉസ്താദിനെ അടുക്കലേക്ക് ഒക്കെ തന്നെ നമ്മൾ ഫ്രീ വന്ന അവസരത്തിൽ ഉസ്താദ് ഒഴിഞ്ഞു മാറിയതാണ്. പിന്നെ ഗഫൂർ ഉസ്താദ് ഫോൺ നമ്പർ തരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിക്കാം ഇത്തരം കാര്യങ്ങൾ. ഏതായിരുന്നാലും ഈ റൂമിൽ വെച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്തരൊരു ചർച്ച ഉണ്ടാവില്ല എന്നുള്ളൊരു വാക്ക് കൊടുത്തത് കൊണ്ട് മാത്രം മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. സഹോദരൻ ഫോൺ നമ്പർ വേണമെങ്കിൽ തരാം, പക്ഷേ ഈ വിഷയം നമുക്ക് ഇവിടെ തന്നെ സംസാരിക്കാം. ഇവിടെ വെച്ചിട്ട് ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ ആരാണ്? എന്താ സഹോദരൻ, ഇങ്ങനെയൊക്കെ കളവ് പറയാൻ പറ്റുമോ? ആരാണ് ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ബഹുമാനപ്പെട്ട